പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉഴുന്നുവടയ്ക്കും പരിപ്പുവടയ്ക്കുമൊക്കെ ഒപ്പം സ്ഥാനമുള്ള നല്ല രസ്യൻ ഉള്ളിവടയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. എൻ്റെ ഈ റെസിപ്പിയും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ. ഇവിടെ ഞാൻ 2 മീഡിയം സൈസ്ഡ് സവാളയാണ് അധികം ഘനം കുറയ്ക്കാതെ ചീകി അരിഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് എരിവിനാവശ്യമായ അത്രയും ഇഞ്ചിയും പച്ചമുളകും കൊത്തി അരിഞ്ഞിടുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടെ പിച്ചി കീറിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയും പാകത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് ആദ്യം നന്നായി ഒന്ന് ഞെരടി തിരുമ്മി ഇളക്കുന്നു. അതിനുശേഷം അല്പാൽപമായി മാത്രം വെള്ളം തെളിച്ച് വീഡിയോയിൽ കാണുന്ന പോലെയുള്ള തിക്കായ സ്റ്റിക്കിയായ ഒരു മാവ് തയ്യാറാക്കുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെടുക്കുന്ന സവാളയുടെ എണ്ണത്തിനും വലിപ്പത്തിനുമൊക്കെ അനുസരിച്ച് മൈദയും ഉപ്പും മറ്റ് ഇൻഗ്രീഡിയൻസും ചേർക്കുന്നതാണ് നല്ലത്. മൈദയുടെ അളവും നിങ്ങൾക്ക് തന്നെ ക്രമീകരിക്കാം. ഈ പരുവത്തിലുള്ള മാവ് ലഭിക്കുന്നതിന് എത്രമാത്രം മൈദയാണ് ആവശ്യം എന്നത് അല്പാൽപമായി മൈദ ചേർത്ത് ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി വട തയ്യാറാക്കാം. കൈയൊരൽപ്പം വെള്ളത്തിൽ മുക്കി നനച്ച ശേഷം ഇതിൽ നിന്ന് ഒരു ഉരുളയെടുത്ത് നന്നായി ഒന്ന് ഉരുട്ടി ചെറുതായി ഒന്ന് പരത്തി ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുക. 2 മീഡിയം സൈസ് സവാള കൊണ്ട് പല ബാച്ചുകളായി ഞാൻ 5 ഉള്ളിവടയാണ് വറുത്തെടുത്തത്. ഉപ്പല്ലാതെ മറ്റ് പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് മുളക് പൊടിയോ മറ്റോ ആവശ്യമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. എങ്കിലും ഒരുപാട് സ്പൈസി ആവാതെ ഉള്ളിവട ഉണ്ടാക്കുന്നതാണ് രുചി. ഇരുവശവും നല്ലൊരു ബ്രൗൺ നിറമാവുന്നത് വരെ വറുക്കുക. ഒരുപാട് ബ്രൗൺ ആവാൻ വെയിറ്റ് ചെയ്യരുത്, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 4 മണിക്ക് ചായക്കോ കാപ്പിക്കോ ഒപ്പം കഴിക്കാൻ നല്ല രുചിയുള്ള അധികം എരിവില്ലാത്ത ഉള്ളിവട നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ ബൈ.